ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 16 ദൈവാസുര സമ്പദ് വിഭാഗയോഗം. അർജുന, ഇനിയും അലോൽപത്തിയെപ്പറ്റി പറയാം. ഒന്നിലും കൊതിയില്ലായ്മയാണ് അലോൽപത്വം. സരോരുഹത്തെ സമ്പൂർണ്ണമായി വിടർത്തുന്നത് സൂര്യനാണെങ്കിലും അതിൻ്റെ സൗരഭ്യം സൂര്യൻ ആസ്വദിക്കുന്നില്ല. വസന്ത ഋതുവിൻ്റെ ആഗമനത്തോടെ കാനനം പൂത്തുലഞ്ഞ് കമനീയമാകുന്നു. എന്നാൽ അതിൻ്റെ രമണീയകത്വം അനുഭവിക്കാതെ വസന്തകാലം കടന്നുപോകുന്നു. അഷ്ടമഹാസിദ്ധികളോടെ മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെ സമീപിക്കുമ്പോഴും അദ്ദേഹം അവരെ ശ്രദ്ധിക്കാതെ ശാന്തനായി ഇരിക്കുന്നു. ഇതുപോലെ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള സുഖങ്ങൾ ദാസന്മാരായി തന്നെ സേവിക്കാൻ തയ്യാറായാലും ദുരയില്ലാത്ത ഒരാളുടെ മനസ്സിനെ അതൊന്നും ആകർഷിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരുവന് വിഷയസുഖങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത അവസ്ഥയ്ക്കാണ് അനാസക്തിയെന്നു പറയുന്നത്. ഇത് തന്നെയാണ് അലോൽപത്വം. ഇനിയും മാർദ്ദവത്തെപ്പറ്റി പറയാം. തേനീച്ചകൾക്ക് സുഖകരമായിരിക്കുന്ന അവയുടെ കൂടുപോലെയും ജലജീവികൾക്ക് അവയുടെ രക്ഷാകേന്ദ്രമായിരിക്കുന്ന ജലം പോലെയും ഒരു സാധകൻ്റെ പെരുമാറ്റം എല്ലാ ജീവജാലങ്ങളോടും മൃദുഭാവത്തോടെ ആയിരിക്കും. അവൻ്റെ മൃദുത്വം ഒരമ്മയ്ക്ക് സ്വന്തം ശിശുവിനോടുള്ള വാത്സല്യം പോലെയാണ്. വസന്തകാലത്ത് മലയപർവ്വതത്തിൽ വീശുന്ന മന്ദസമീരണൻ പോലെയാണ്. ഉറ്റവരെയും ഉടയവരെയും കാണുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ആനന്ദം പോലെയാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുന്ന പെണ്ണാമയുടെ കൂർമ്മ ദൃഷ്ടി പോലെയാണ്. സ്പർശനത്തിൽ മൃദുവും വായയ്ക്ക് രുചികരവും നാസികയ്ക്ക് സുഗന്ധിയും കാഴ്ചയ്ക്ക് നിർമ്മലവുമായ കർപ്പൂരം ആഹരിച്ചാൽ ദോഷകരമാകുമായിരുന്നില്ലെങ്കിൽ അത് മൃദുത്വത്തിന് ചേർന്ന ഒരു ഉപമ ആകുമായിരുന്നു. മഹാഭൂതങ്ങളെ മുഴുവൻ തൻ്റെ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുകയും പരമാണുവിൽ പോലും കുടികൊള്ളുകയും വിശ്വത്തിനോടൊപ്പം വിസ്തൃതമാകാൻ കഴിയുകയും ചെയ്യുന്ന ആകാശം പോലെയാണ് മൃദുല ഹൃദയനായ ഒരുവൻ്റെ സ്ഥിതി. അയാൾ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു. അയാളുടെ ഈ സ്ഥിതി വിശേഷത്തിനാണ് മാർദ്ദവം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജാവ് അപമാനിതനും വിഷണ്ണനുമാകുന്നു. ഒരു ഉത്തമ പുരുഷൻ അധമസ്ഥിതിയിലെത്തുമ്പോൾ നിസ്തേജനാകുന്നു. ഒരു സന്യാസി പതിതയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ അവിചാരിതമായി കാലുകുത്താനിടയായാൽ അദ്ദേഹം ലജ്ജിക്കുന്നു. രണഭൂമിയിൽ നിന്ന് തിരിഞ്ഞോടുന്നത് ഒരു ക്ഷത്രിയന് അപകീർത്തിയുണ്ടാക്കുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന പതിവ്രതയായ ഒരു സ്ത്രീയെ വിധവയെന്ന് സൂചിപ്പിച്ച് സംസാരിച്ചാൽ അവൾ ലജ്ജിച്ച് സംഭ്രമിക്കുന്നു. വെള്ളപ്പാണ്ട് പിടിച്ച സുഭകനായ ഒരു യുവാവ് മരണവക്ത്രത്തിൽപ്പെട്ടതുപോലെ പരിഭ്രാന്തനാകുന്നു. കുലീനനായ ഒരാൾ നിന്ദ്യമായ കർമ്മം ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ടാൽ അയാൾ മേൽപ്പറഞ്ഞതുപോലെ വിവിധ വികാരങ്ങൾക്ക് അടിമയാകുന്നു. 3.5 മുഴം നീളമുള്ള ശരീരത്തിൽ ഒരു പിണമായി ജീവിക്കുന്നത് ഏറ്റവും ലജ്ജാകരമായി അയാൾ കണക്കാക്കുന്നു. രക്തവും മൂത്രവും നിറഞ്ഞ ഗർഭപാത്രത്തിൽ കിടന്ന് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപമാനഹേതുകരമായി മറ്റൊന്നില്ലെന്ന് അയാൾ കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു ശരീരത്തിൽ പ്രവേശിച്ച് നാമരൂപാദികൾ കൈക്കൊള്ളുന്നത് തുലോം അപഹാസ്യമാണെന്ന് അയാൾ ചിന്തിക്കുന്നു. ഇപ്രകാരം സ്വശരീരത്തോട് തോന്നുന്ന ഒരു തരം മനം പുരട്ടലാണ് ലജ്ജ. നിർമ്മല ഹൃദയമുള്ളവർക്ക് ഇപ്രകാരം തോന്നുമെങ്കിലും നിർലജ്ജന്മാർ ഈ ശരീരത്തെ സുഖത്തിൻ്റെ വാസസ്ഥാനമായി കാണുന്നു. പാവകളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ചരട് പൊട്ടുമ്പോൾ പാവകളി അവസാനിക്കുന്നത് പോലെ ഒരുവൻ ശ്വാസനിയന്ത്രണം അനുഷ്ഠിക്കുന്നതോടുകൂടി അയാളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നു. സൂര്യാസ്തമനത്തോടെ സൂര്യകിരണങ്ങളും അസ്തമിക്കുന്നത് പോലെ ആത്മനിയന്ത്രണം ഉണ്ടാകുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമാകുന്നു. മനസ്സും പ്രാണനും അടക്കുന്നതോടെ 10 ഇന്ദ്രിയങ്ങളും നിസ്സത്വങ്ങളാകുന്നു. ഈ അവസ്ഥയ്ക്കാണ് അചപലത എന്ന് പറയുന്നത്. തേജക്ഷമാധൃതിശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. മനോബലം, ക്ഷമ, ധൈര്യം, ബാഹ്യാഭ്യന്തരശുദ്ധി,
അന്യനെ ഉപദ്രവിക്കാതിരിക്കൽ, ദുരഭിമാനമില്ലായ്ക. അല്ലയോ അർജുന, ഈ ഗുണങ്ങളൊക്കെ ദൈവവർഗത്തിൽ ജനിച്ചയാൾക്ക് സമ്പത്തായി ഭവിക്കുന്നു. ദൃഢനിശ്ചയത്തോടെ ജ്ഞാനത്തിൻ്റെ പാതയിൽ കൂടി ഈശ്വര സാക്ഷാത്കാരാർത്ഥം ഗമിക്കുന്നവന് ഒരിക്കലും ദൗർബല്യം അനുഭവപ്പെടുകയില്ല. ഉടന്തടി ചാടുന്നത് ഒരു കഠിന കർമ്മമാണെങ്കിലും പതിവ്രതയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നതിന് അശേഷം അധൈര്യപ്പെടുകയില്ല. അതുപോലെ തൻ്റെ ആത്മനാഥനെ പ്രാപിക്കണമെന്ന് അഭിലഷിക്കുന്ന സത്യാന്വേഷി ഇന്ദ്രിയ സുഖങ്ങളെ വിഷത്തെ പോലെ നിരാകരിച്ചിട്ട് ഏകാഗ്രമായ ധ്യാനം കൊണ്ട് പരമാത്മാവിലേക്ക് നയിക്കുന്ന ദുർഘട മാർഗത്തിൽ കൂടി മുന്നോട്ട് പോകുന്നു. ഈ യാത്രയിൽ മതശാസനകളെയോ നിഷേധങ്ങളെയോ അവൻ വകവയ്ക്കുന്നില്ല. മഹാസിദ്ധികൾ അവനെ വശീകരിക്കുകയില്ല. ഇപ്രകാരം അവൻ്റെ അന്ധഃകരണം സ്വഹിതാനുസാരം പരമേശ്വരനിലേക്ക് കുതിക്കുന്നു. ഇതിനെയാണ് ആധ്യാത്മിക തേജസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ വളരുന്ന എണ്ണമറ്റ രോഗങ്ങളെ താൻ വഹിക്കുന്നുവെന്ന ധാരണയെ ശരീരത്തിനില്ലാത്തതുപോലെ ഒരാൾക്ക് താൻ സർവസഹനായി അനുഗ്രഹപ്പെട്ടിട്ടുള്ളവനാണെന്ന ഗർവ് ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ് ക്ഷമ. ഇന്ദ്രിയങ്ങൾക്ക് വിഷയസുഖങ്ങളിൽ അസഹ്യമായ ആസക്തി ഉണ്ടാകുന്നു. ഒളിഞ്ഞുകിടക്കുന്ന ഒരു രോഗം തല ഉയർത്തുന്നു. ഒരുവന് ഉറ്റവരും ഉടയവരുമായവരിൽ നിന്ന് വിയോഗം സംഭവിക്കുന്നു. ഇപ്രകാരമുള്ള ക്ലേശങ്ങളുടെ ഇടയിൽ പെടാനിടയാകുന്ന ഒരുവൻ അഗസ്ത്യ മഹർഷിയെപ്പോലെ ഈ ക്ലേശങ്ങളെ പ്രതിമുഖമായി നേരിടാൻ ഉറച്ചു നിൽക്കുകയും ആകാശത്തിൽ ഉയരുന്ന കനത്ത പുകപടലത്തെ മന്ദമാരുതൻ ചിതറിച്ച് കളയുന്നത് പോലെ തനിക്ക് നേരിടേണ്ടി വരുന്ന ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്നീ താപത്രയങ്ങളെ സംക്ഷോഭമില്ലാതെ ക്ഷമയോടെ അവൻ സഹിക്കുകയും ചെയ്യുന്നു. ഈശ്വരപ്രാപ്തിക്ക് ജ്ഞാനം, യോഗം എന്ന 2 മാർഗങ്ങളുണ്ട്. ഇതിൽ ഏത് അഭ്യസിച്ചാലും അവൻ നെഞ്ചുറപ്പുള്ളവനായി ഭവിക്കും. ചിത്തം അങ്ങേയറ്റം ക്ഷോഭിക്കാനുള്ള സന്ദർഭം ഉണ്ടായാൽ തന്നെയും ധൈര്യവും മനസ്ഥിരതയും നിലനിർത്താൻ അവന് കഴിയുന്നു. ഈ സഹനശീലത്വമാണ് ധൃതി. ഒരു സുവർണകുംഭം അകവും പുറവും തിളങ്ങത്തക്കവണ്ണം വൃത്തിയാക്കി ഗംഗയിലെ അമൃതതുല്യമായ ജലം നിറയ്ക്കുന്നതാണ് ശൗചം. നിഷ്കാമകർമ്മവും അന്ധകരണത്തിൻ്റെ വിവേകശീലവുമാണ് ബാഹ്യവും ആന്തരികവുമായ ശുചിത്വത്തിൻ്റെ ലക്ഷണങ്ങൾ. ഗംഗാജലം അതിൽ സ്നാനം ചെയ്യുന്നവരുടെ പാപത്തെയും ഉപതാപത്തെയും അകറ്റുന്നതോടൊപ്പം അതിൻ്റെ തീരത്ത് നിൽക്കുന്ന വൃക്ഷലതാദികളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. സൂര്യൻ തൻ്റെ പ്രദക്ഷിണത്തിനിടയിൽ ഭൂമിയിലെ അന്ധകാരം അകറ്റുന്നതോടൊപ്പം പ്രകൃതി സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ശുചിത്വമുള്ള ഒരുവൻ അവിദ്യയുടെ ബന്ധനത്തിൽ നിന്ന് മറ്റുള്ളവരെ മോചിപ്പിക്കുകയും സംസാര സാഗരത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്നവനെ രക്ഷപ്പെടുത്തുകയും ദുഃഖനിമഗ്നരായവർക്ക് സങ്കട നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അഹർനിശം മറ്റുള്ളവരുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തൻ്റെ ആത്മഹിതത്തെ പ്രവൃദ്ധമാക്കുകയാണ് താൻ ചെയ്യുന്നതെന്ന് അവൻ വിശ്വസിക്കുന്നു. സ്വന്തം താല്പര്യത്തിനു വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്ത പോലും ഒരിക്കലും അവന് ഉണ്ടാവുകയില്ല. ഇപ്രകാരം ആരെയും ദ്രോഹിക്കാതിരിക്കുന്ന സ്വഭാവ വിശേഷത്തിനാണ് അദ്രോഹത്വം എന്ന് പറയുന്നത്. അല്ലയോ അർജുന, ഇത് നിനക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. അല്ലയോ പാർത്ഥ, ഗംഗാദേവിയെ ശിവപെരുമാൾ ശിരസിൽ ചൂടിയപ്പോൾ അവൾ സങ്കോചിക്കുകയാണുണ്ടായത്. ഇതേ വിധത്തിൽ ബഹുമാനിതനാകുമ്പോൾ ലജ്ജിതനാകുന്ന ഒരുവൻ്റെ സ്ഥിതിയാണ് അമാനിത്വം. ഇത് മുൻപ് 8-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. വീണ്ടും എന്തിന് വിശദീകരിക്കണം? മോക്ഷ സാമ്രാജ്യത്തിലെ സാർവഭൗമനായ പരമാത്മാവ് നൽകിയിട്ടുള്ള ദൈവീ സമ്പത്തിലെ 26 ഗുണങ്ങളാണ് മുകളിൽ പറഞ്ഞത്. ഗംഗാദേവി സകരന്മാരെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് പതിച്ചു. അതുപോലെ പവിത്രജലമാകുന്ന 26 ഗുണങ്ങളും കൊണ്ട് ഗംഗയാകുന്ന ദൈവീ സമ്പത്ത് സകരന്മാരാകുന്ന വിരക്തി പുരുഷനെ രക്ഷിക്കുന്നതിനായി ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. അഥവാ മോക്ഷവധു 26 ഗുണങ്ങളാകുന്ന രത്നങ്ങൾ കോർത്ത ഹാരവുമായി ലോകകാര്യങ്ങളിൽ നിരപേക്ഷനായ ഒരുവനെ തേടി തൻ്റെ മരണമാല്യം അർപ്പിക്കാനായി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഗീത 26 ഗുണങ്ങളാകുന്ന ജ്വാലകളോടുകൂടിയ ദൈവീ സമ്പദ്വീപവുമായി
തൻ്റെ നാഥനായ പരമാത്മാവിൻ്റെ മുന്നിൽ ആരതി ഒഴിയുന്നതിനു വേണ്ടി ആഗതയായിരിക്കുകയാണ്. അഥവാ ഗീതാർണവത്തിലുള്ള മുത്തുച്ചിപ്പിയാകുന്ന ദൈവീ സമ്പത്തിൽ നിന്ന് നിർഗളിച്ച 26 മനോഹര മുത്തുകളാണ് ഈ ഗുണങ്ങൾ. ഇതിൽ കൂടുതലായി ഞാൻ മറ്റെന്താണ് പറയേണ്ടത്? ഈ ഗുണങ്ങളെ അറിഞ്ഞാൽ മാത്രം പോരാ, അവയെ അനുഭവിക്കുകയും വേണം. ദൈവീ സമ്പത്ത് കൊണ്ട് സമ്പന്നനായിട്ടുള്ള ഒരുവൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും മുള്ളുകൾ നിറഞ്ഞ ഒരു വല്ലരി പോലെ പാപപങ്കിലവും കഷ്ടപ്പാട് നിറഞ്ഞതുമായ ആസുരി സമ്പത്തിനെപ്പറ്റി പറയാം. യാതൊരു ഉപയോഗവുമില്ലാതെ തള്ളിക്കളയാൻ മാത്രം കൊള്ളാവുന്ന ഒരു വസ്തുവാണെങ്കിലും അതിനെ ത്യജിക്കുന്നതിന് മുൻപായി അതേപ്പറ്റി ശരിയായി അറിഞ്ഞിരിക്കണം. ഈ ആസുരി സമ്പത്തിൻ്റെ വൈകല്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് മനുഷ്യന് നരകദുഃഖം ഉണ്ടാക്കുന്നു. പല വിധത്തിലുള്ള വിഷങ്ങൾ ചേർന്ന് കാളകൂട വിഷമായി തീരുന്നത് പോലെ കുറ്റങ്ങളുടെയും തെറ്റുകളുടെയും പാപങ്ങളുടെയും വലിയ സമുച്ചയത്തിനാണ് ആസുരി സമ്പത്തെന്ന് പറയുന്നത്. ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധഃ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീം. ഹേ പാർത്ഥ, ഇല്ലാത്ത ഗുണങ്ങൾ തനിക്കുണ്ടെന്നുള്ള ഭാവം, അതായത് ദംഭം, ധനാദികളെ ചൊല്ലിയുള്ള അഭിമാനം, അതായത് ദർപ്പം, തന്നേക്കാൾ പൂജ്യനില്ലെന്നുള്ള ദുരഭിമാനം, ക്രോധം, കാഠിന്യം, അവിവേകം എന്നിവയൊക്കെയാണ് അസുരവർഗത്തിൽ ജനിച്ചവൻ്റെ സമ്പത്തുകൾ. ഇല്ലാത്ത ഗുണങ്ങൾ തനിക്കുണ്ടെന്ന് ഭാവിക്കുന്ന ദംഭമാണ് ആസുരീ സമ്പത്തിലെ മുഖ്യമായ ദോഷം. പുണ്യജലം പോലെ പവിത്രയായ മാതാവിൻ്റെ കുറ്റങ്ങളെ നഗ്നമായി പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ തയ്യാറാകുന്നവന് അധോഗതിയാണ് ഉണ്ടാവുക. ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബ്രഹ്മവിദ്യ കൊണ്ട് ഉദ്ദിഷ്ട ഫലസിദ്ധി ഉണ്ടാകുമെങ്കിലും അത് നാൽക്കവലയിൽ നിന്ന് കൊട്ടിഘോഷിച്ചാൽ നിർഭാഗ്യമാണ് ഉണ്ടാവുക. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ഒരുവന് അക്കരെ എത്താനുള്ള രക്ഷോപാധിയാണ് തോണിയെങ്കിലും അത് തലയിൽ വെച്ചാൽ അതിൻ്റെ ഭാരം കൊണ്ട് മുങ്ങിച്ചാവുകയേ ഉള്ളൂ. അല്ലയോ പാണ്ഡുപുത്ര, ആഹാരം ജീവനെ നിലനിർത്തുന്നു, എന്നാൽ അത് അമിതമായി കഴിച്ചാൽ വിഷമായി തീരുന്നു. അതുപോലെ ഇഹലോകത്തിലും പരലോകത്തിലും നമ്മെ തുണയ്ക്കുന്ന ധർമ്മപ്രവർത്തനങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചാൽ അത് പുണ്യത്തിനേക്കാൾ കൂടുതൽ പാതകത്തിന് കാരണമായി തീരുന്നു. അല്ലയോ വീര, ഒരുവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രചുരമായ പ്രചരണം നൽകിയാൽ അത് അധർമ്മമായി തീരുന്നു. ഇത് ദംഭമാണ് എന്ന് അറിയുക. ഇനിയും ദർപ്പത്തെപ്പറ്റി പറയാം. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ മാത്രം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ബ്രഹ്മവിദ്യാ പണ്ഡിതന്മാരുടെ ഒരു സമ്മേളനത്തെ നിന്ദയോടെ നിരീക്ഷിക്കുന്നു. വിദഗ്ധനായ ഒരു കുതിരസവാരിക്കാരൻ്റെ ഗർവിഷ്ഠനായ കുതിര ദേവേന്ദ്രൻ്റെ ഐരാവതത്തെ നോക്കി പരിഹസിക്കുന്നു. ഒരു മുള്ളുമരത്തിൻ്റെ മുകളിൽ കയറിയ ഓന്തിൻ്റെ വിചാരം സ്വർഗം പോലും ആ മരത്തിൻ്റെ ചുവട്ടിലാണെന്നാണ്. പൊട്ടക്കുളത്തിൽ കിടക്കുന്ന മത്സ്യം പാരാവാരത്തെ പുച്ഛിക്കുന്നു. ഇതേ വിധത്തിൽ ദർപ്പിയായ ഒരുവൻ ഭാര്യയും സമ്പത്തും വിദ്യാഭ്യാസവും സ്തുതിയും ബഹുമാനവും മറ്റും നേടുമ്പോൾ അതിൽ ഉന്മത്തനാകുന്നു. ഭിക്ഷയെടുത്ത് ഒരു ദിവസം ലഭിച്ച ആഹാരത്തിൽ അല്പം മിച്ചമുണ്ടാകുമ്പോൾ ഭിക്ഷക്കാരൻ അഹങ്കരിക്കുന്നത് പോലെയാണ് ഇത്. അഥവാ നിർഭാഗ്യവാനായ ഒരുവൻ മഴക്കാറിൻ്റെ നിഴൽ കണ്ട് അത് വിശ്രമ സങ്കേതമാക്കിക്കൊണ്ട് തൻ്റെ വീട് പൊളിച്ചു കളയുന്നത് പോലെയോ, മരീചിക കാണുന്ന വിഡ്ഢി ജലത്തിൻ്റെ ആവശ്യം അതിൽ കൂടി നിർവഹിക്കാമെന്ന് കരുതി തൻ്റെ ജലവീപ്പ തച്ചുടച്ച് കളയുന്നത് പോലെയോ ആണ് ഇത്. ധനപ്രമത്തത കൊണ്ട് ഞെളിയുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നതാണ് ദർപ്പമെന്നറിയുക. വേദങ്ങൾ മനുഷ്യരാശിയുടെ വിശ്വാസ കേന്ദ്രമാണ്. വിശ്വത്തെ ഒട്ടാകെ പ്രകാശിപ്പിക്കുന്ന ഈശ്വരനെ വിശ്വം മുഴുവനും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇത് അവിതർക്കിതമായ സംഗതിയാണ്. ലോകത്തിൽ സാർവഭൗമത്വം നേടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. ഇതും തർക്കമില്ലാത്ത കാര്യമാണ്. ഇക്കാരണത്താൽ മനുഷ്യർ ഭക്തിവൈരാഗ്യത്തോടെ വേദത്തെയും ഈശ്വരനെയും സ്തുതിച്ചു പാടിയാൽ ദുരഭിമാനിയായ ഒരുവൻ അത് കേട്ട് ക്രുദ്ധനാകുന്നു. അവൻ മാത്സര്യബുദ്ധിയോടെ പറയും, ഞാൻ ഈശ്വരനെ വിഴുങ്ങിക്കളയും. എൻ്റെ പ്രഭാവം കൊണ്ട് വേദങ്ങളുടെ അധികാരശക്തി ഞാൻ നശിപ്പിച്ചു കളയും.
വിളക്കിൻ്റെ പ്രകാശം ഈയാമ്പാറ്റ ഇഷ്ടപ്പെടുന്നില്ല. മിന്നാമിനുങ്ങ് സൂര്യനെ വെറുക്കുന്നു. കുളക്കോഴി ആഴിയുമായി നിത്യശത്രുത്വം പുലർത്തുന്നു. അതുപോലെ ദുരഭിമാനി ഞാനെന്ന ഭാവത്തോടെ അഹങ്കരിച്ചുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ ഈശ്വരനാമം പോലും ആരും ഉച്ചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ അച്ഛനെ പോലും അയാൾ സ്വത്തിൻ്റെ പങ്കാളിയായതുകൊണ്ട് ഒരു സപത്നിയെപ്പോലെ അവൻ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള ഒരാൾ ധിക്കാരവും ദുരഭിമാനവും കൊണ്ട് ഉന്മത്തനാണ്. അവൻ്റെ അഭിമാനം നരകത്തിലേക്കുള്ള ഒരു രാജവീഥിയാണ്.